പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പുടവയുമായി പാക്കനാർ മുറ്റത്തിറങ്ങി. അവനെ തല്ലാൻ ചാട്ടവാറുമായി നിന്നിരുന്ന പണിക്കാർ ബഹുമാനത്തോടെ വഴിമാറി നിന്നു. പാക്കനാർ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നെ തല്ലാൻ ആദ്യം കൈ ഉയർത്തിയതാരാണ്? ഞാനാണേ. തെറ്റ് പൊറുക്കണേ കുട്ടി. ഒരു പണിക്കാരൻ മുന്നോട്ട് വന്നു. ഈ പുടവ നിങ്ങൾക്കിരിക്കട്ടെ. എൻ്റെ വക സമ്മാനം. മനുഷ്യൻ മനുഷ്യനെ തല്ലാതിരിക്കാനുള്ള സമ്മാനമാണിത്. തെറ്റാര് കൽപ്പിച്ചാലും ചെയ്യരുത്, തമ്പ്രാൻ പറഞ്ഞാലും ചെയ്യരുത് കേട്ടോ. അയാൾ പുടവ കൈനീട്ടി വാങ്ങി. രണ്ടാമത് കൈ ഉയർത്തിയത് ആരാണ്? പാക്കനാർ ചോദിച്ചു. ഞാൻ. ബാക്കി 3 പേരും ധൃതിയിൽ മുന്നോട്ട് വന്നു. പുടവ കിട്ടാനുള്ള ആഗ്രഹം. പാക്കനാർ പൊട്ടിച്ചിരിച്ചു. പുടവ ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു. അതൊരു പാവപ്പെട്ട വൃദ്ധൻ്റെ മുന്നിൽ ചെന്ന് വീണു. അതെടുത്തോളൂ കേട്ടോ കാരണോരെ, പാക്കനാർ വിളിച്ചു പറഞ്ഞു. പടിപ്പുരയിൽ പാക്കനും തേയിയും ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. തങ്ങളുടെ ഓമന മകൻ, അവൻ ഇത്രയും കേമനാണോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ മോനെ. പാക്കനാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേയി കരഞ്ഞു. പാക്കൻ മകൻ്റെ ചുരുണ്ട തലമുടിയിൽ തടവിക്കൊണ്ട് പതുക്കെ വിളിച്ചു, മോനെ. പാക്കനാർ വളർന്നു, യുവാവായി, വിവാഹം കഴിച്ചു. പാക്കനാർക്ക് ഒരു ഉണ്ണി പിറന്നു. ഇവനെന്താ പേരിടേണ്ടത്? പാക്കനാർ ഭാര്യയോട് ചോദിച്ചു. നിങ്ങളുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം. നിങ്ങൾ പറയും, എന്ത് പേരാ ഇടാൻ പോണത്? ചാമി എന്നായിക്കോട്ടെ. എൻ്റെ അച്ഛൻ്റെ പേര് ചാമി എന്നായിരുന്നു, പാക്കൻ പറഞ്ഞു. തേവൻ എന്നായിക്കോട്ടെ. എൻ്റെ അച്ഛൻ്റെ പേര് തേവൻ എന്നായിരുന്നു, തേയി അഭിപ്രായപ്പെട്ടു. അതൊന്നും വേണ്ട, നമുക്കിവന് പുതിയൊരു പേരിടണം, പാക്കനാർ പറഞ്ഞു. എന്നാൽ നീ തന്നെ പറയ്, പാക്കൻ. അമതൻ, പാക്കനാർ നിർദ്ദേശിച്ചു. അമതൻ, നല്ല പേര്. ഈ വാക്കിന് അർത്ഥം എന്താണിടാ? മതമില്ലാത്തവൻ, ജാതിയും മതവുമില്ലാത്തവൻ. എല്ലാവർക്കും ആ പേരിഷ്ടപ്പെട്ടു, അമതൻ. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അമതൻ വളർന്നു. പാക്കനാർ അധ്വാനിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് 2 അക്ഷരം പഠിക്കാൻ സാധിച്ചില്ല. അടിയാളന്മാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. അവരെ പഠിപ്പിക്കുവാൻ സമൂഹം സന്നദ്ധമല്ലായിരുന്നു. പാക്കനാർ ഇരുചെവി അറിയാതെ ഒരു നാട്ടെഴുത്തച്ഛനെ സമീപിച്ചു. അവൻ്റെ വിജ്ഞാന കൗതുകം എഴുത്തച്ഛനിൽ മതിപ്പുളവാക്കി. എഴുത്തച്ഛൻ ചോദിച്ചു, പാക്കനാർക്ക് പെരുമീൻ ഉദിക്കാൻ 3 നാഴികയുള്ളപ്പോൾ ഇവിടെ വരാവോ? ദിവസവും എത്താമോ? എത്താം. ഞാനാണ് പഠിപ്പിക്കുന്നതെന്ന് ആരും അറിയരുത്. അറിഞ്ഞാൽ എൻ്റെ കൊറ്റു മുടങ്ങും, തമ്പ്രാന്മാർ കോപിക്കും. ഞാൻ വെട്ടത്തിന് മുൻപേ എത്തിക്കോളാം. മിടുക്കൻ, എഴുത്തച്ഛൻ അഭിനന്ദിച്ചു. പാക്കനാർ ഓലയും നാരായവുമായി ദിവസവും വന്നു തുടങ്ങി. എഴുത്തച്ഛന് ബഹു ഉത്സാഹം. കാരണം പാക്കനാർ വളരെ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കുന്നു. ഉത്സാഹവുമുണ്ട്. തൻ്റെ മനസ്സിലേക്ക് വെളിച്ചം കടത്തിവിടുകയാണ് എഴുത്തച്ഛൻ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.